ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്കൊരു മെസ്സേജ് വന്നു. കാസർഗോഡിനടുത്ത് ബദിയടുക്ക എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു അനാഥാലയത്തിന് തീ പിടിച്ചു. ഭരണൻ രാധികയെ ഒന്നിച്ച് വീട്ടിലുണ്ടാകുന്നത് അപകടം. രാധികയെ തൽക്കാലം പറഞ്ഞുവിടാനും പറ്റില്ല. എന്താ ഇപ്പൊ ചെയ്യുക? ഇതെന്തു പറ്റി താൻ എഴുന്നേറ്റിരിക്കുന്നത്? ഉറക്കം വന്നില്ല. അതെന്താ തനിക്ക് ഉറക്കം വരാതിരിക്കാൻ? എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ തനിക്ക്? ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്. എന്താ കാര്യം? അത് സൂര്യയുടെ കാര്യം ആലോചിച്ചിട്ടാ. സൂര്യക്ക് എന്താ പ്രശ്നം? അല്ല, അവനോട് എസ്റ്റേറ്റിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറഞ്ഞിരിക്കല്ലേ. അതെ, അവനെ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് അയക്കാനും തീരുമാനിച്ചല്ലോ. കുറച്ചു കാലം അവൻ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ നിന്ന് കാര്യങ്ങളൊക്കെ നോക്കി നടത്തട്ടെ. അതിനിപ്പോ എന്താ പ്രശ്നം? അതെ, അതൊക്കെ നല്ല കാര്യം. സൂര്യ ഇത്രയും നാളെ സുഖമില്ലാതിരുന്നല്ലേ. തനിച്ച് അവിടെ ചെന്നിട്ട് പെട്ടെന്ന് എന്തെങ്കിലും വന്നാലോ? ഓ, അതാണോ? എടോ, അവിടെ നമ്മുടെ മാനേജരും തൊഴിലാളികളും എല്ലാവരും ഇല്ലേ? പിന്നെന്താ? പിന്നെ അത് മാത്രമല്ല, സൂര്യക്ക് ഇപ്പൊ യാതൊരു പ്രോബ്ലം ഇല്ലല്ലോ. എന്നാലും എനിക്കൊരു സമാധാനമില്ല. ഒരു കാര്യം ചെയ്യൂ, വരുണിനെയും കൂടി സൂര്യയുടെ കൂടെ അയക്കൂ. വരുൺ എങ്ങനെയാ പോകുന്നത്? അവൻ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഇല്ലേ? ഓഫീസ് കാര്യങ്ങള് പരമേശ്വരട്ടം വിചാരിച്ചാലും ചെയ്യാലോ. സൂര്യയുടെ കൂടെ വരുണുണ്ടാവുകയാണെങ്കിൽ അത് വല്ലാത്തൊരു സമാധാനമായനെ. അതെ, താൻ ജീവിക്കുന്നത് ഒരു ബിസിനസ് കുടുംബത്തിലാണ്. തെറ്റില്ലാതെ ബിസിനസ് ചെയ്യാൻ അറിയാവുന്ന ഒരു ഭർത്താവും 2 കുട്ടികളുമുണ്ട്. ബിസിനസിന്റെ കാര്യങ്ങൾക്ക് ഞങ്ങൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കേണ്ടി വരില്ലേ? അപ്പോഴൊക്കെ കുടുംബക്കാരെ കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. ഈ അമ്മമാരുടെ ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് മക്കളെ കുറിച്ച് ഓർക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അത് പരിഹരിക്കേണ്ട കാര്യം തന്നെയാ. താൻ പേടിക്കണ്ട. കുറച്ചുനാള് വരുണിനെ നമുക്ക് സൂര്യക്കൊപ്പം അയക്കാം. നാളെ നേരം വെളുത്തിട്ട് നമുക്ക് സംസാരിക്കാം. ഇനി സമാധാനമായിട്ട് ഉറങ്ങാലോ. അല്ലെങ്കിലും ഒരർത്ഥത്തിൽ ഈ ചിന്ത നന്നായി. അവരൊരുമിച്ച് അവിടെ എത്തുകയാണെങ്കിൽ മിക്കവാറും അവരെന്തെങ്കിലും ഒരു പുതിയ ഐഡിയ കണ്ടുപിടിക്കും. അത് നമുക്ക് നേട്ടമാവുകയും ചെയ്യും. അതിന്റെ ക്രെഡിറ്റ് കാരണക്കാരിയായ അമ്മയ്ക്ക് ഞാൻ തരികയും ചെയ്യും. വരുൺ ഇവിടെ ഇല്ലാതിരിക്കുന്ന സമയത്ത് രാധികയുടെ കാര്യത്തിൽ കൃത്യമായൊരു തീരുമാനം ഉണ്ടാവണം. മാഡം, ഇന്നലെ ഒന്നും പറയാതെയാ നമ്മൾ രാധികയുടെ മുന്നിൽ നിന്നും പോന്നത്. ചിലപ്പോ ആ കുട്ടിക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാവില്ലേ? തോന്നിയിട്ടുണ്ടാവും. പിറന്നാളാണ്, മോള് കൂടെ നിന്നേ പറ്റൂ എന്ന് പറഞ്ഞൊരാള് ഒരു വാക്ക് പോലും പറയാതെ വണ്ടി കയറി പോവാന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. സോണിയ അവള് വിളിച്ചില്ലേ? പക്ഷേ വിളിച്ചത് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ. വരട്ടെ. ഇന്നലെ പ്ലാൻ ചെയ്തതിനേക്കാൾ ഭംഗിയായിട്ട് പിറന്നാൾ ആഘോഷം ഇന്ന് ഞാൻ നടത്തും. എങ്ങനെ? അതെ, ഞാനൊരു തീരുമാനത്തോടെയാ ഈ കളിക്ക് ഇറങ്ങി തിരിച്ചത്. തോൽക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. അവളെപ്പോലൊരു പെൺകുട്ടിയെ എങ്ങനെയാ വീഴ്ത്തേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മാഡം,
ദേ രാധിക വരുന്നുണ്ട്. ഞാൻ ബെഡ്റൂമിലുണ്ടാകും. അവളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നാൽ മതി. ശരി മാഡം. എന്താ പറ്റിയത്? ഞാൻ പറഞ്ഞില്ലേ മോളെ, മോളുടെ അമ്മ ഇന്നലെ മുതൽ കിടന്ന് കിടപ്പാ. ഡോക്ടറെ കാണാൻ വിളിച്ചിട്ട് വന്നില്ല, ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ടും വന്നില്ല. ഇന്നലെ മോളുടെ മുമ്പിൽ നിന്ന് അമ്മ പെട്ടെന്ന് തിരിച്ചു പോയില്ലേ? അതിന്റെ കാരണം എന്താന്ന് അമ്മ തന്നെ മോളോട് പറയും. മോള് വാ. വാ. വിളിക്കും മോളെ. വിളിക്കും. അമ്മ മോളെ, മോള് വന്നോ? ഇരിക്കും മോളെ. ഇന്നലെ അമ്മ ഒരുപാട് പ്രതീക്ഷകളെ കൊണ്ടു നടന്നൊരു ദിവസമായിരുന്നു. എന്നിട്ട് ഇന്നലെ അമ്മയ്ക്ക് മോളുടെ മുമ്പിൽ നിന്നും പെട്ടെന്ന് പോരേണ്ടി വന്നു. എന്താ കാരണം എന്നറിയോ? എനിക്കൊരു മെസ്സേജ് വന്നു. കാസർഗോഡിനടുത്ത് ബദിയെടുക്ക എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരനാഥാലയത്തിന് തീ പിടിച്ചു. 3-4 കുട്ടികൾക്ക് പൊള്ളലേറ്റു. മോളെ തിരഞ്ഞ് ഈ നാട് മുഴുവൻ നടന്ന അലച്ചിലിനിടയില് അമ്മ 3-4 ദിവസം തങ്ങിയ അനാഥാലയം അത്. അന്ന് മുതല് അവിടുത്തെ ചെലവുകളെല്ലാം മോളുടെ പേരില് അമ്മയാ നോക്കുന്നത്. മോളെ പോലെ തന്നെ അമ്മ സ്നേഹിക്കുന്ന കുട്ടികളാ അവിടെ. അവർക്ക് അപകടം പറ്റിയെന്നറിഞ്ഞപ്പോ അമ്മ മറ്റെല്ലാം മറന്നുപോയി. എന്നിട്ട്